ഈ കാണുന്ന മാപ്പിൽ ഇതാണ് അൽ ഉദൈദ് എന്ന, അല്ലെങ്കിൽ ഈ പ്രദേശത്താണ് കൃത്യമായിട്ട് അമേരിക്കയുടെ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം ഇവിടുന്ന് ദോഹയിൽ നിന്ന് കൃത്യമായി ഇത്രയും ദൂരമാണുള്ളത്. അപ്പോൾ ഈ മേഖലയെല്ലാം വളരെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇവിടെ ഐൻ ഖലിദ്, അൽ അസ്ദിയാൻ, ബുദ്സിദ്ര തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. ദോഹയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയാൽ ഈ അൽ ഉദൈദ് എയർബേസ് ആണ്, അമേരിക്കയുടെ സൈനിക താവളമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അടക്കം വളരെ അത്ര വിദൂരമല്ലാത്ത ഇടത്താണ് ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതിൻ്റെ തൊട്ട് സമീപം പഴയ വിമാനത്താവളം. അപ്പോൾ നിലവിൽ ഇറാൻ ലക്ഷ്യം വെച്ചത് ഈ അൽ ഉദൈദിനെയാണ്. ഇങ്ങോട്ടേക്ക് വന്ന മിസൈലുകളെയാണ് ആകാശത്ത് വെച്ച് തന്നെ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ മിസൈലുകൾ അയക്കാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് വേഗത്തിൽ എങ്ങനെയാണ് ഇറാൻ്റെ ആക്രമണം രക്ഷ ഉണ്ടായിട്ടുണ്ടാവുക എന്ന് നോക്കാം. ഈ ഭാഗമാണ് ഇറാനിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ ആക്രമിക്കാനേക്കാളും എളുപ്പത്തിൽ ഇറാനെ ലക്ഷ്യം വയ്ക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഹോർമസ് കടലിടുക്ക് അടയ്ക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് ചൈനയുടെ ഭാഗത്തുനിന്ന്, കാരണം ചൈന നിലവിൽ ഇറാൻ ഏകദേശം അനുകൂലമായ സമീപനമാണെങ്കിൽ പോലും ഈ ഹോർമസ് കടലിടുക്ക് അടയ്ക്കരുത് എന്നൊരു നിർദ്ദേശം ചൈനയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം അത് എണ്ണ വ്യാപാരത്തെയൊക്കെ വലിയ തോതിൽ ബാധിക്കും, പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതുകൊണ്ടാണ് ചൈന അങ്ങനെ നിർദ്ദേശം വെച്ചത്. പക്ഷേ നിലവിൽ ഹോർമസ് കടലിടുക്ക് അടയ്ക്കാതെ ഇറാൻ നിൽക്കുമ്പോൾ അതിനുള്ള നടപടികൾക്ക് അവിടുത്തെ ഭരണകൂടം നമുക്ക് അനുമതി നൽകിയിരുന്നെങ്കിലും അത് ചെയ്യാതെ നേരെ പ്രത്യക്ഷ ആക്രമണത്തിലേക്ക്, ഒരുപക്ഷെ ഇങ്ങനെ സമ്മർദ്ദമുണ്ടാക്കി മറ്റ് രാജ്യങ്ങളെ, ഖത്തറടക്കമുള്ള രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയ ഒരു സമവായത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഇറാന് കഴിയുമായിരുന്നു. ഒരുപക്ഷെ വാണിജ്യ തലത്തിൽ ഉണ്ടാക്കുന്ന ഈ പ്രതിസന്ധിയിലൂടെ, ഹോർമസ് കടലിടുക്ക് അടച്ചുകൊണ്ട് നടത്താൻ കഴിയുന്ന പ്രതിസന്ധിയിലൂടെ. പക്ഷേ അവർ അതിന് മുതിരാതെ നേരിട്ട് തന്നെ സൈനിക ആക്രമണങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. അതായത് നേരിട്ട്, ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചോളം വളരെ ചെറിയൊരു രാജ്യമാണ് ഖത്തർ. ഇറാനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു രാജ്യമാണ്. പക്ഷേ ആ രാജ്യത്തെ ലക്ഷ്യം വെച്ചിരിക്കുന്നുവെന്നാൽ അമേരിക്കൻ സൈനിക താവളത്തെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇറാൻ പറയുമ്പോഴും അത് ഖത്തറിൻ്റെ എയർ സ്പേസ് ഉപയോഗിക്കുന്നു, ഖത്തറിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് ഖത്തർ ഭരണാധികാരി വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട്, കുവൈറ്റിലുണ്ട്, ഇറാഖിലുണ്ട്. അതായത് ചുറ്റും ഏകദേശം ഈ മേഖലയിൽ 19 സൈനിക താവളങ്ങളാണ് ആകെ അമേരിക്കയ്ക്ക് സ്വന്തമായിട്ടുള്ളത്. ഇവിടങ്ങളിലെല്ലാം വലിയ തോതിലുള്ള സൈനിക സന്നാഹങ്ങളുണ്ട്. അതായത് പ്രത്യക്ഷമായൊരു നേർക്കുനേർ യുദ്ധത്തിലേക്ക് പോയാൽ അതിനെ എതിരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ മേഖലയിലെ അമേരിക്കൻ ബേസുകളിൽ മാത്രമുണ്ട് എന്നതാണ് വസ്തുത. അതിനൊപ്പമാണ് നമുക്കറിയാം ഇപ്പോൾ ഏത് ഘട്ടത്തിലും ഇങ്ങോട്ടേക്ക് എത്താവുന്ന അമേരിക്കയിലെ സൈനിക താവളങ്ങൾ, മറ്റ് പസഫിക് ഓഷ്യനിലും അറ്റ്ലാന്റിക് ഓഷ്യനിലുമുള്ള ചെറു ദ്വീപുകളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ, ഇതൊക്കെ ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും ഉപയോഗിക്കാൻ പാകത്തിൽ എപ്പോഴും സുസജ്ജമായി നിൽക്കുന്ന സംവിധാനങ്ങളാണ്. അതായത് നിലവിൽ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിനെതിരെ ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഇനി അതിനെതിരെയുള്ള ഒരു തിരിച്ചടിയിലേക്ക് അമേരിക്ക പോകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് വീണ്ടും ഈ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുമെന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല. ഈ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇറാനെതിരായ പ്രതിഷേധം കരക്കുമ്പോൾ ഈ അറബ് രാജ്യങ്ങൾ, ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെല്ലാം ഇറാനെതിരായ ഒരു നിലപാടെടുത്താൽ സ്വാഭാവികമായിട്ടും ഇറാന് നിലവിലെ അവരുടെ ഈ സൈനിക നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിലവിൽ മിസൈലുകളുടെ ഒരു വലിയ ശേഖരം ഇറാനുണ്ട്. അത് വച്ചിട്ടുകൊണ്ടാണ് അവർ ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. സെജിലടക്കം വലിയ പ്രഹരശേഷിയുള്ള മിസൈലുകൾ അവർക്ക് ധാരാളമുണ്ട്. പക്ഷേ ഒരു യുദ്ധത്തിലേക്ക്, നേർക്കുനേർ യുദ്ധത്തിലേക്ക് പോയാൽ ഒരു എയർഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കനത്ത തിരിച്ചടിയോ പ്രത്യാക്രമണമോ നടത്താനുള്ള ശേഷി നിലവിൽ ഇറാനില്ല എന്ന് ഇസ്രയേൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വരുന്ന ദൃശ്യങ്ങളിൽ, IDF പുറത്തുവിടുന്ന ദൃശ്യങ്ങളിൽ കൃത്യമായി ഇറാനിലെ എയർബേസുകൾ ആക്രമിച്ചുകൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി നടത്തിയ ഇസ്രയേലിൻ്റെ കനത്ത തിരിച്ചടി ടെഹ്റാനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഇറാനിലെ ഏകദേശം 7 എയർബേസുകളാണ്, ഇറാൻ എയർഫോഴ്സിൻ്റെ 7 കേന്ദ്രങ്ങൾ അവർ തകർത്തിട്ടുണ്ട്. ഈ മേഖലകളിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന, അതായത് ഈ മഷാദ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മഷാദ് ഒരു പ്രധാനപ്പെട്ട എയർബേസാണ്. ഇവിടെ നിന്നാണ് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുമ്പോൾ ഈ മഷാദ് എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ട് ആളുകളെ നമ്മൾ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. അത് സ്വാഭാവികമായിട്ടും ആ ഓപ്പറേഷൻ സിന്ധു മുന്നോട്ട് പോകുന്നു. അത് നിലവിൽ ഏകദേശം ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞു. അതിനൊരു പിന്നാലെയാണ് ഈ മഷാദ് അടക്കമാണ് ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതായത് ഇറാൻ എയർഫോഴ്സിൻ്റെ 1-2 ലെയറിനെ, ആദ്യത്തെ ഒരു 3 ലെയർ കണക്കാക്കി കഴിഞ്ഞാൽ ഒരു 2 ലെയറെങ്കിലും പൂർണ്ണമായും തകരുന്ന നിലയിലേക്ക് ഇന്നത്തെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിലൂടെ പോയിട്ടുണ്ട് എന്നാണ് ഫൈറ്റർ ജെറ്റുകൾ, ഇറാൻ്റെയൊക്കെ ഫൈറ്റർ ജെറ്റ് F-15 അടക്കമുള്ള ഫൈറ്റർ ജെറ്റുകളെ നിലംപരിശാക്കുന്ന ആക്രമണ ദൃശ്യങ്ങൾ IDF തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ളൊരു ആക്രമണത്തിന് യാതൊരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. ഇനി ഇറാൻ ശേഖരിച്ചു വെച്ചിരിക്കുക, അല്ലെങ്കിൽ
വളരെ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചുള്ള മറ്റ് സംവിധാനങ്ങൾ പുറത്തെടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇറാന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഈ മിസൈൽ ശേഷി കുറയുന്നതോടുകൂടി ഇറാൻ പ്രതിരോധത്തിലാവാനുള്ള സാധ്യതയുണ്ട്. മറുവശത്ത് ഇസ്രായേലിനും ഇത്രയും ദിവസമായി 11 ദിവസം പിന്നിടുകയാണ്. ഏതൊരു രാജ്യവും പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ നിൽക്കുകയാണ്. ആ പ്രതിസന്ധി മറികടക്കാൻ സമവായ ശ്രമങ്ങൾക്ക് വേണ്ടി എല്ലാ രാജ്യങ്ങളും ഇടപെടണമെന്നാണ് ലോകം ആഗ്രഹിച്ചു. പക്ഷേ അത് സാധ്യമാകുന്നില്ല. ഇറാൻ ഖത്തറിൽ ആക്രമണം നടത്തിയതോടുകൂടി ഈ യുദ്ധം അല്ലെങ്കിൽ യുദ്ധഭരിതമായ ഈ സാഹചര്യം അടുത്ത ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു. അത് കൂടുതൽ ഭയം വിതയ്ക്കുന്ന ഘട്ടമാണ്.